ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഡ്രസ്സിൻ്റെ സാരീസിൻ്റെ വീഡിയോസ് അല്ല. ഞങ്ങളിന്ന് ഞാനും സുഭാഷേട്ടും മക്കളും കൂടിയിട്ട് തിരുപ്പതിയിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ഒറ്റപ്പാലം ടു തിരുപ്പതിയാണ്. ഈവനിങ് ടൈം 6:10 തിരുപ്പതിയിലേക്കുള്ള ട്രെയിന്. നാളെ രാവിലെ മോർണിംഗ് വന്നിട്ട് 4:10 അവിടെ തിരുപ്പതിയിലെത്തും. അപ്പം അതിൻ്റെ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നോക്കാം. ട്രെയിൻ വന്ന് കയറി 6:10 പൂനെ എക്സ്പ്രസ്സിലായിരുന്നു നമ്മൾ കയറിയത്. ഇത് രാവിലെ തിരുപ്പതിക്ക് 4:30 ഇവിടെ കറക്റ്റായിട്ട് എത്തുക. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ കയറി നമ്മളിപ്പോൾ പാലക്കാട് കഴിഞ്ഞ് നമ്മളെ കോയമ്പത്തൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാനും മകളും ഭാര്യയാണ് പോണത്. ബസ്സിനാണ് കയറിയത്. അവിടുന്ന് നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിന് കയറി. ബസ് കയറി ഇപ്പോൾ തിരുമല മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചായ കുടിച്ച് ഫ്രഷപ്പായി കഴിഞ്ഞിട്ട് ഇനി ഫുഡും കഴിച്ചിട്ടാണ് ഫ്രീ ദർശനത്തിന് ലൈൻ നിൽക്കണം. അതിന് എത്ര മണിക്കൂറാണ് ലൈനെന്ന് അറിയില്ല. പിന്നെ അവിടെ കയറിയിട്ട് നോക്കണം. അപ്പോഴാണിത്. ഇത് നല്ല എവിടെയും നല്ല റഷാണ്. പേട്ടൻ സുഭാഷിട്ട് മുട്ടടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി നിൽക്കുകയാണ്. സുഭാഷേട്ടൻ മുട്ടയൊക്കെ അടിച്ച് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ദർശനത്തിന് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് കയറാണ്. അപ്പൊ പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഫോണും കാര്യങ്ങളൊക്കെ അവിടെ വെക്കേണ്ടി വരും. പിന്നെ എത്ര തിരക്കുണ്ട് എന്നുള്ളതിന് ഉള്ളിൽ കയറിയാലേ അറിയാൻ പറ്റുള്ളൂ. മുട്ട അടിച്ചപ്പോൾ ആള് നല്ല സൂപ്പറായിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഉള്ളിൽ കയറിയ ഫുഡും കഴിച്ചു കഴിഞ്ഞു. ഇനി ഉള്ളിലേക്ക് കയറിയ ഉച്ചയ്ക്കുള്ള ഫുഡ് അവര് തരും. അതിനുള്ള കുറച്ച് ഫ്രൂട്ട്സും വെള്ളം കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഞങ്ങളിന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ട്രെയിൻ ഇറങ്ങി ശ്രീവരുമെട്ടി എന്ന് പറഞ്ഞിട്ടൊരു അമ്പലത്തിന്റെ ബാക്കിലുള്ള ഒരു സ്ഥലമുണ്ട്. ആ വഴി കൂടെ നടന്നു പോവാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നടന്നു കയറാന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ നമുക്ക് ടിക്കറ്റ് താഴെ തന്നെ കിട്ടുന്ന പറഞ്ഞപ്പോൾ അത് നമ്മൾ യാദൃശ്ചികമായിട്ട് പോയി എടുത്തു നോക്കുമ്പോൾ അത് നാളെ രാവിലെ 3 മണിക്കുള്ള ദർശനത്തിന്റെ ടിക്കറ്റാണ്. അപ്പോൾ അവർ മുകളിലേക്ക് കയറ്റി വിടില്ല. മുകളിൽ അതായത് ദർശനത്തിന്റെ ആ സമയമാകുമ്പോൾ അവർ കയറ്റി വിടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ സർവ്വദർശനം എന്നുള്ളത് അത് ആർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കയറാം. അപ്പോൾ ആ ദർശനത്തിന് പോയി നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് തിരക്ക് കുറവായത് കൊണ്ട് എന്തായാലും ഇവർ പറഞ്ഞു ഒരു 4-5 മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇവിടെ ആൾക്കാർ. ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് അറിയില്ല. ഇനി അവിടെ പോയാലേ അറിയുള്ളൂ. ഞങ്ങളിന്ന് വൈകുന്നേരം ഉള്ള ശബരിക്കാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് 11:30. അപ്പോൾ അതിന് പോകണം എന്നാണ് ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് കയറുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമുക്ക് പെട്ടെന്ന് കഴിയുകയാണെങ്കിൽ താഴത്തുള്ള അമ്പലങ്ങളൊക്കെ നോക്കി പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ദൈവം എങ്ങനെ അനുഗ്രഹിക്കണോ അതുപോലെ ആയിരിക്കും. സ്പെഷ്യൽ എൻട്രി ദർശനമാണ്. ഇതിപ്പോൾ നമ്മൾ VIPs ഒക്കെ വരികയാണെങ്കിൽ ഈ വഴി കൂടെയാണ് കയറ്റിവിടുക. അങ്ങനെ കുറേ ദർശനം ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുള്ള കുറേ ദർശനം അങ്ങനെ 300 രൂപയുടെ 1000 രൂപയുടെ 3000 രൂപയുടെ ഒക്കെ അത് വേറെ ദർശനം ടിക്കറ്റ് ഉണ്ട്. അതൊന്നും ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല. ഇപ്പോൾ ഫ്രീ ദർശനം മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ഉള്ളൂ. നമ്മൾ ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ആപ്പ് ഉണ്ട്, മറ്റേ തിരുമലയുടെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് കയറിയാൽ പക്ഷെ അത് 2 മാസത്തിന് ഒരു പ്രാവശ്യമൊക്കെ തന്നെയാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർ ആ ടൈമിങ്ങും അതൊക്കെ ഒരു മുമ്പത്തെ ദിവസം തന്നെ നമ്മൾ ആപ്പ് കയറ്റി വെക്കുകയാണെങ്കിൽ അതിന് മുമ്പത്തെ ദിവസം അവർ നമ്മൾ ആ ടൈമിങ് തരും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ആപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഒരു അരമണിക്കൂർ ഉണ്ടാവുള്ളൂ. ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 3 മണിക്കൂറൊക്കെ ലൈൻ നിന്നാൽ പെട്ടെന്ന് ദർശനം കിട്ടും. അതാണ് ഫ്രീ ദർശനത്തിൻ്റെ. കുറേ ആൾക്കാരങ്ങനെ കയറി നടക്കുന്നുണ്ട് ഫ്രീ ദർശനത്തിൻ്റെ വഴി കൂടെ. നമ്മളിപ്പോൾ കയറാറായി. ഒരു 10 മിനിറ്റ് കൂടി ആയാൽ നമുക്ക് കുറച്ചും കൂടി ചുറ്റി വരാനുണ്ട്. ആ സൈഡിൽ കൂടി ചുറ്റി വന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറണമെങ്കിൽ. അപ്പോൾ കയറുമ്പോൾ ചിലപ്പോൾ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് പോകാൻ പറയും. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ഫോണും ബാഗും ഒക്കെ വെച്ചിട്ട് പോകേണ്ടി വരും.
നമ്മളിപ്പോൾ ദർശനത്തിൻ്റെ ക്യൂവിലേക്ക് കയറി കഴിഞ്ഞു. ഇതിപ്പോൾ ഇന്ന് തിരക്ക് കുറവാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്കൊരു 5-6 മണിക്കൂറിൻ്റെ ഉള്ളിൽ ദർശനം കിട്ടും തോന്നുന്നു. ഇന്ന് തിരക്ക് കുറവാണെന്നാണ് ഇവിടെ ഇപ്പോൾ പോലീസ് ഓഫീസറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് പോകുമ്പോൾ ഒരു ഹാള് പോലെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലൊരു 100-150 പേരേനെ അതിൻ്റെ ഉള്ളിലാണ് ലോക്ക് ചെയ്ത് വെക്കുക. പിന്നെ അങ്ങനെ ഒരു 4-5 ഹാൾ അങ്ങനെ തുറന്ന് വിട്ടിട്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് പോയി ദർശനം ചെയ്യാൻ പറ്റുള്ളൂ. തിരുപ്പതിയിൽ നല്ല നീറ്റായിരിക്കും. നമുക്ക് നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വരുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. നല്ല നീറ്റായിരിക്കും. എത്ര ആൾക്കാർ നല്ല ജനങ്ങളുണ്ടെങ്കിലും നല്ല നീറ്റും ക്ലീനും ആയിരിക്കും. ഞങ്ങൾ നടയിലേക്ക് പോകുമ്പോഴാണ് സംസാരിച്ചത്. ഞങ്ങൾ പറഞ്ഞു ഒരു 7-8 മണിക്കൂറൊക്കെ ഞങ്ങളിന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്. ദൈവത്തിന്റെ സാഹചര്യം കൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ഞങ്ങളൊരു അരമണിക്കൂറും കൊണ്ട് ദൈവത്തിനെ കണ്ട് ഞങ്ങൾ 8 മണിക്കുള്ളിൽ കയറി ഞങ്ങൾ 8:30-ക്കുള്ളിൽ പുറത്തേക്ക് ഇറങ്ങി. ദൈവം കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ ഇറങ്ങി ഞങ്ങൾ പിന്നെ അടുത്ത അലമേലു മങ്കമ്മ ടെമ്പിളിലേക്ക് പോകാനാണ് ഇനിയിപ്പോൾ നിൽക്കുന്നത്. ചിലപ്പോൾ അത് ഇലക്ഷന്റെ ഇത് കാരണം ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു ഇതായിരിക്കും തിരക്ക് കുറവ്. അല്ലെങ്കിൽ 10 മണിക്കൂറൊക്കെ ലൈൻ നിൽക്കേണ്ടി വരും. നമുക്ക് ഇതിനു മുമ്പ് വന്നപ്പോഴും നമ്മൾ 11-12 മണിക്കൂർ ലൈൻ നിന്നിട്ടായിരുന്നു. ഇപ്രാവശ്യം അരമണിക്കൂറിൽ പ്രാർത്ഥിച്ചു. ഭയങ്കര സന്തോഷമായി. വളരെ സന്തോഷമാണ്. വളരെ ഹാപ്പി ആയിരുന്നു. അതേപോലെ ലഡ്ഡും 10-15 ലഡ്ഡും വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് തിരുപ്പതി ലഡ്ഡു. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ഗീത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ. ഇത് ഞങ്ങൾ പത്മാവതി ടെമ്പിളിലേക്കാണ് ഇനി പോകുന്നത്. ടെമ്പിളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ തിരുപ്പതിയിൽ നിന്നും മലയിൽ നിന്നും താഴെയാണ് പത്മാവതി ടെമ്പിൾ. അപ്പോൾ അവിടെ നല്ല റഷാണ്. അപ്പോൾ ഉച്ച ഒരു 12-12 ഉണ്ടാവും. 1:30 വരെയാണ് അവിടെ. 1:30ക്കാണ് അവിടെ ക്ലോസിങ് ടൈം. അപ്പോൾ ഇവിടെ നിന്ന് പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ്. സാമ്പാറും ചോറും 2 സാമ്പാർ ചോറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചപ്പാത്തി. കുഴപ്പമില്ല, ഫുഡ് കുഴപ്പമില്ല. വലിയ ടേസ്റ്റ് എന്ന് പറയാനില്ല, ഫുഡ് കുഴപ്പമില്ല. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ പോണത് വന്നിട്ട് കാളഹസ്തി എന്നുള്ള ഇവിടെ നിന്ന് ഒരു 35 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് അമ്പലത്തിലേക്കുള്ള ദൂരം. അവിടെ ശിവന്റെ അമ്പലമാണ്. നവഗ്രഹ ദോഷത്തിനൊക്കെ അവിടെ പോയിട്ടാണ് നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരക്രിയകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ അമ്പലം നല്ലൊരു അമ്പലമാണ്. കാളഹസ്തി എന്ന് പറയും. അപ്പൊ അതും കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ എന്തായാലും ഒരു 4 മണിയാവും. അതും കഴിഞ്ഞ് അവിടത്തെയും ദർശനം കഴിഞ്ഞ് രാത്രി 11:30ക്കാണ് തിരിച്ച് നമുക്ക് പോകാനുള്ള ട്രെയിന്. അപ്പൊ നമുക്ക് ആ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഞാൻ അതിന്റെ അമ്പലത്തിന്റെ വീഡിയോ കാണിച്ചു തരാം. ഇവിടെ എല്ലാ അമ്പലങ്ങളിലും നമുക്ക് കയറുമ്പോൾ ഫോണും ബാഗൊന്നും അലൗഡല്ല. എല്ലാം നമ്മളൊരു ലോക്കറിൽ വെച്ച് കൂട്ടിയിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ പുറത്തുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഉള്ളിൽ കയറി ഉടനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ മാക്സിമം പറ്റണതൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്ത് കാണിച്ചു തരാം. ഞങ്ങളിപ്പോ അവിടുന്ന് കഴിഞ്ഞ ഭക്ഷണം കഴിച്ചിപ്പോ ഇറങ്ങി അവിടുന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് ഞങ്ങളിപ്പോ ഇവിടെ കാളഹസ്തി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെ ഞങ്ങളിന്ന് അതിൻ്റെ ദർശനം കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോവുകയാണ്. ഇതിപ്പോൾ അതിൻ്റെ അമ്പലം അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 100 മീറ്റർ 150 മീറ്ററോളം നടന്നു വരണം. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് എത്താറായി. ഞങ്ങളിപ്പോൾ കാളഹസ്തിയുടെ ഉള്ളിലേക്ക് വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ദൈവത്തിനെ തൊഴുത് പുറത്തേക്ക് വന്നു. അപ്പോൾ ഫോണ് കയ്യിലുണ്ടായിരുന്നില്ല. ഫോൺ അവിടെ വെച്ചിട്ട് പോയതുകൊണ്ട് ഫോൺ കയ്യിലുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കയ്യിൽ ഫോൺ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ ലാസ്റ്റ് നമ്മൾ എടുത്ത എല്ലാ ദർശനം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്കാണ് പുറപ്പെടുന്നത്. ഇനി ട്രെയിനാണ്. അപ്പോൾ വൈകുന്നേരം ഇനി 10:30 മണിക്കാണ് ട്രെയിന്. അപ്പോൾ ഞങ്ങളിവിടെ അമ്പലത്തിൻ്റെ ഇതോടെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്.
വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. ഓക്കെ. ഓക്കെ, നന്ദി.